ഇപ്പോൾ എ.കെ.എം. അഷ്റഫ് MLA ചേരുകയാണ്. MLA ടെലിഫോൺ ലൈനിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. MLA, അങ്ങേക്ക് ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എത്ര പേരാണ് മരണപ്പെട്ടത്? എത്ര പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്? ഞാൻ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് മണ്ഡലത്തിലെത്തിയത്. മണ്ഡലത്തിലെ ഓട്ടത്തിനിടയിലാണ് എൻ്റെ മണ്ഡലത്തിന്റെ അതിർത്തി തലപ്പാടിയിൽ ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു അപകട വാർത്ത അറിയുന്നത്. ഞാനിപ്പോൾ ആ സ്ഥലം വിസിറ്റ് ചെയ്തു. ഞാൻ അവിടെ എത്തുമ്പോൾ അപകടത്തിന്റെ രംഗങ്ങളൊക്കെ കണ്ടു. അവിടെയുള്ള ആ സ്പോട്ടിലെ അപകടത്തിലെ 6 പേരാണ് മരണപ്പെട്ടത്. അതിലൊന്ന് അലി എന്നറിയുന്ന 45 വയസ്സുള്ള കേസ് റോഡ് സ്വദേശിയുടെ ഒരു ഓട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഓട്ടോക്കകത്ത് 10 വയസ്സിലെ ഒരു കുട്ടിയടക്കം 4 പേരാണ് മരിച്ചത്. മറ്റൊന്ന് അവിടെ കാത്തു നിൽക്കുന്ന ഒരാൾ കൂടി. അങ്ങനെ 6 പേര് മരിച്ചു എന്നാണ് അറിഞ്ഞത്. അത് ഏതായാലും ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിന്റെ മംഗൽപാടി മഞ്ചേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ 2 മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. മറ്റുള്ള 4 മൃതദേഹങ്ങൾ ദേർലക്കട്ട ഏനപ്പോയ മെഡിക്കൽ കോളേജിലാണുള്ളത്. 2 ആളുകൾക്ക് ബസ്സിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്കും ഗുരുതര പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ ഫാദർ മുല്ലസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അറിയിക്കുന്നത് നമുക്ക് കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 4 എന്നാണ്. 4 അല്ല 6 പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കുന്നത്. 6 പേര് മരിച്ചു, കൺഫേംഡ് ആണ്. 6 പേര് മരിച്ചു. ബാക്കി ആളുകൾ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ എത്ര പേരുണ്ട്? 2 പേര് ഗുരുതരാവസ്ഥയിൽ ഫാദർ മുല്ലസ് ഹോസ്പിറ്റലിലുണ്ട്. ബാക്കിയുള്ള മൊത്തം അപകടത്തിൽ എത്ര ആളുകൾ പെട്ടിട്ടുണ്ടെന്നാണ് MLA മനസ്സിലാക്കുന്നത്? ടോട്ടല് ഒരു 10. കാരണം ഈ തലപ്പാടി എന്നറിയുന്ന ഈ സ്ഥലം കുറച്ച് ഓട്ടോകളൊക്കെ നിൽക്കുന്ന, പരസ്പരം മംഗലാപുരത്തേക്കും കാസർകോട്ടേക്കും ബസ്സിന് കയറുന്ന ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു ബസ് സ്റ്റോപ്പാണ് അവിടെ ഉള്ളത്. ഈ വണ്ടി അതിവേഗതയിൽ വന്ന് ബസ് സ്റ്റോപ്പിലേക്കാണ് ഇടിച്ചു കയറിയത്. അതിന്റെ തൊട്ടടുത്തുള്ള ഈ ഓട്ടോക്ക് കൂടി ഇടിച്ചപ്പോൾ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഈ ഫാമിലി മൊത്തം മരിച്ചുപോയി. MLA, അവിടെ നാട്ടുകാരുടെ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ മുൻപും സമാന സ്ഥിതിയിൽ അമിത വേഗതയിൽ വാഹനങ്ങൾ എത്തുന്നു, അതും ഈ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളാണ് അമിത വേഗതയിൽ എത്തുന്നത് എന്ന പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് കിട്ടുന്ന ദൃശ്യം പ്രകാരമാണെങ്കിൽ ആ ബസ്സിൻ്റെ, ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ബസ്സിൻ്റെ ടയർ ഉൾപ്പെടെ വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇത് ഞാനൊരു MLA നിലക്ക് പറയുന്ന ഒരു കാര്യം, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് കേരളത്തിലെയും കർണാടകത്തിലെയും ബസ്സുകൾ അവരുടെ റൂട്ട് അഗ്രിമെന്റ് അനുസരിച്ച് ഓടുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കർണാടകത്തിലെ KSRTC ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. ഇതില് അറിയേണ്ട ഒരു കാര്യം, ഈ വേഗത എന്ന് പറയുന്ന തീർച്ചയായും ഇപ്പൊ ഞാനടക്കം DDCയിലും മറ്റുള്ള പല ബോഡികളിലും ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ അമിത വേഗത പലപ്പോഴും ഒരു ദുരന്തം ഉണ്ടാവാത്തത് കൊണ്ട് അത് വലിയൊരു മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതിവേഗത എന്നറിയുന്ന കാര്യം പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു പോയി, എന്തിനിവര് ഇങ്ങനെ ഒരു മരണപ്പാച്ചിൽ പോടുന്നു പറഞ്ഞിട്ട് ഞാൻ പോലും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ചില സമയത്ത് MLA വണ്ടി നിർത്തിയിട്ട് പോലും ഞാൻ ചില ബസ്സുകാരോട് ഇങ്ങനെ എന്തിനിടെ ഓടുന്നെന്ന് ചോദിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇനി മൃതദേഹങ്ങളുടെ മറ്റ് നടപടികൾ വേണം. അപ്പോൾ അതൊക്കെ വേഗത്തിലാക്കാനുള്ള ക്രമീകരണങ്ങളിലേക്ക് MLA ഒക്കെ ഇടപെട്ട് തുടങ്ങിയോ? ഇവിടെ ഈ 2 മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റലിലുള്ള 2 ബോഡിയും കൂടെ, അത് UT ഖാദർ നമ്മുടെ കർണാടക സ്പീക്കറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ഈ 2 മൃതദേഹവും ദേർലക്കട്ട മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ദേർലക്കട്ട ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ 6 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടക്കും.